ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. പക്ഷെ ഞാനത് മറന്നുപോയി. എന്താണെന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല, മറന്നുപോയത്. കാരണം ഈ ദിവസം ഇന്നാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഡേറ്റ് അറിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 4ാമത്തത്. അത് നമ്മൾ പുതിയ വീട്ടിലാണ് ആഘോഷിക്കുന്നത്. ഭയങ്കര സന്തോഷം. കല്യാണം കഴിച്ച് വന്നപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല. 4 കൊല്ലം കൊണ്ട് നമുക്ക് വീടായി. എല്ലാത്തിനും പിന്നിൽ അവളാണ് നമ്മളെ ശക്തി. അയ്യോ, ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ അവളോട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ്. ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആക്കണ്ടേ. ആദ്യമായിട്ട് എന്നത് പുതിയ വീട്ടിൽ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അതൊരു സിമ്പിളായിട്ട് പോകണ്ട, ഒരു കുറച്ചെങ്കിലും സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് നിൽക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അവൾക്ക് കുറച്ച് സർപ്രൈസുകൾ പോയിട്ട് സെറ്റാക്കിയിട്ട് അവളെ എടുത്തുനിന്ന് അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം. ഒരു കേക്ക് വേണം, കേക്ക് മുറിക്കണം. അതുപോലെ തന്നെ അങ്ങനെ ചെറിയ സാധനങ്ങൾ ആക്കണം. ബബ്ലൂസ് സ്കൂളിലാണുള്ളത്. ഇന്ന് പറഞ്ഞില്ല, രാവിലെ എണീച്ചപ്പോഴാണ് അറിയുന്നത്. ബബ്ലൂസ് സ്കൂളിൽ വിട്ടതിന് ശേഷം നമ്മൾ ഡേറ്റ് നോക്കുന്നത്. സത്യമായിരിക്കും ഡേറ്റ് അറിയില്ലായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ ഓണം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഡേറ്റ് പോയത് അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പം കേക്ക് വേണം. അത് കഴിഞ്ഞ് ബബ്ലൂസിനെ സ്കൂളിൽ പോയി കൂട്ടണം. 2 മണി വരെ സ്കൂളുണ്ട്, പക്ഷേ 12 മണിക്ക് കൂട്ടുക. കാരണം അവനും കൂടി വേണ്ടേ കേക്കൊക്കെ മുറിക്കുമ്പോൾ. അതുകൊണ്ട് അപ്പോൾ വാപ്പയ്ക്ക് അറിയില്ല. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് വന്ന് എന്താണ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതൊക്കെ ആക്കി ഒരു കേക്കൊക്കെ മുറിച്ചൊരു സന്തോഷമുള്ളൊരു വ്ളോഗാണ് ഇത്. എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കാണണം, അതിനാണ് ഞാനിത് ഈ വ്ളോഗ് എടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം നമ്മൾ 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ആഗസ്റ്റ് 24. ആദ്യം തന്നെ കേക്ക് വാങ്ങാൻ പോയി. വാവയ്ക്ക് റെഡ് വെൽവെറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതന്നെ വാങ്ങി. അപ്പോൾ അതിൽ നമ്മൾ പേര് എഴുതി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് 4th 1. അത് കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി. വാവയ്ക്ക് ഒരു ലൈറ്റ് ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ബർത്ത്ഡേക്കൊക്കെ പറ്റിയ സാധനമാണ് തോന്നി. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ഞാൻ ഒന്നും നോക്കിയില്ല, അതെടുത്തു. അതിന് മാച്ചിങ് ആയിട്ടുള്ള തന്നെ ബബ്ലൂസിലൊരു നീല കളർ ഷർട്ട് എടുത്തു. വേറെ സ്ഥലത്ത് പോയിട്ട് സാധനം എടുക്കണം. അത് വാവയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു, ഒരു ചെറിയ സാധനമല്ല. അത് കഴിഞ്ഞിട്ട് ബബ്ലൂസിന് കൂട്ടാൻ പോകണം. പക്ഷേ കേക്കും ഇതൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുത്തു. തൊപ്പി ഉണ്ടായിരുന്നു, കാരണം വെയിലുള്ളതിനെ കൊണ്ട് തൊപ്പി എടുത്തിട്ടാണ് ബബ്ലൂസിന് കൂട്ടാൻ പോകൽ. കാറില്ലല്ലോ ഇപ്പോൾ. അപ്പം എന്താ ചെയ്യുക, നേരെ ബബ്ലൂസിനെ കൂട്ടാൻ വേണ്ടി അവൻ്റെ സ്കൂളിൽ പോയി. പ്രത്യേകത പക്ഷേ ഇന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അമ്മേനോട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറ. അമ്മേ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഉമ്മ അമ്മേ ഇതാ വീട്ടിലേക്ക് വരികയല്ലേ, നമുക്ക് കേക്ക് മുറിക്കണ്ടേ? ഹാപ്പി ടു യുവിൻ്റെ കേക്ക് മുറിക്കണ്ടേ? എന്നാ വാ, വീട്ടിൽ പോവാ. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബ്രാൻഡിനെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മളൊക്കെ സ്കിൻ കെയർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയൊരു ബ്രാൻഡാണ് നമ്മുടെ സ്വന്തം ഹിമാലയ. ഇതാണ് ഹിമാലയന്റെ ന്യൂലി ലോഞ്ച് യെറ്റ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ്, ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സെറം. നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സും ഡൾനെസ് ഒക്കെ മാറ്റാൻ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഫേസിൽ ഒരു റേഡിയൻ ഗ്ലോ കൂട്ടാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ടർമറിക് ആണ്. 10% ഗ്ലൈക്കോളിക് ആസിഡ് വരുന്നുണ്ട്, 2% നയസിനമൈഡ് വരുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ആ ഒരു ഗ്ലോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2-3 ഡോട്ട്സ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. മാത്രമല്ല ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു സിറത്തിൽ ടർമറിക്കിന്റെ സ്ട്രെങ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്വരസ കോൾഡ് പ്രസ് എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നമുക്കൊരു 100 ടൈംസ് ഗ്ലോ ആയ പോലെ തോന്നും. നമുക്ക് മോർണിംഗ് നൈറ്റ് ഇത് യൂസ് ചെയ്യാം. മാത്രമല്ല ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടും. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഡിഫറൻസ് അറിയാനും പറ്റും. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്കൊരു സ്കിൻ കെയറിൽ ഒരു പ്രൊഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അതിൽ കയറി വാങ്ങാം. പിന്നെ നിങ്ങൾക്ക് ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പിന്നെ ഹിമാലയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഇത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫും കിട്ടുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, അതുപോലെ തന്നെ ഹിമാലയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ ഈ ഒരു ഓഫർ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അമ്മക്ക് അപ്പ കൊടുക്ക്. അതിന് വയ്യടാ. ഇത് വലിയ മൂക്ക്. ഈ ഡ്രസ് ഇട്ടിട്ട് വാട്ടോ രണ്ടാളും.
ചെക്ക ഇതൊക്കെയല്ല ചെക്ക. എന്താണ് കേക്ക്? എനിക്ക് തോന്നുന്നു റെഡ് വെൽവെറ്റ് ആയതിനെ കൊണ്ട് ഭയങ്കര ഇഷ്ടം. നാളേക്ക് ഗർഭിണിയായപ്പോൾ റെഡ് വെൽവെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം അതേപോലെ ഉണ്ടോന്ന്. കാരണം ഇന്നാളെ ഒരിക്കൽ കേക്ക് കൊണ്ടുവന്ന് ഞാൻ കഴിച്ചിട്ടില്ല. റെഡ് വെൽവെറ്റ് ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട്. ഇവിടെ കണ്ണ അച്ഛൻ്റെ അമ്മേൻ്റെ ഹാപ്പി ആനിവേഴ്സറി അല്ലേ ഇന്ന്? അമ്പുടൂന് എന്താ പറയാനുള്ളത്? ആണോ? അമ്പോ ഇത്രയും കാര്യങ്ങൾ ബബ്ലൂസിനും പറയാനുണ്ട്. അമ്പോ ആള് വൈലന്റായി. അമ്മേ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? കേക്ക് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ആണോ? അച്ചു കേക്ക് എങ്ങനെയുണ്ട്? കല്യാണം കഴിഞ്ഞ് 4 കൊല്ലമായില്ലേ? എന്താണ് അന്നത്തെ ദിവസം 4 കൊല്ലം മുന്നുള്ള ഒരു ഓർമ്മ എന്താ? എന്താണ് കല്യാണത്തിന് ദിവസം എന്ന് പറഞ്ഞാൽ മമ്മിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക? ആണോ? പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അധികം ചെലവുണ്ടായിരുന്നില്ല. ആണോ? ബാബ ആദ്യമായിട്ട് കേറി വന്നത് ഓർമ്മയുണ്ടോ വീട്ടിലേക്ക്? ആണോ? ഓർമ്മയുണ്ടോ? നീ വന്നിരുന്നു അമ്പലത്തിലേക്ക്? ഇവനും വീട്ടിലായിരുന്നല്ലേ? രണ്ടാൾക്കാരും. കല്യാണ വീഡിയോ നമ്മളെ സെൻസിറ്റീവ് ഡബിൾസർ 1 ചാനലുണ്ട് ഫുള്ളായിട്ടുള്ള. അപ്പം അന്ന് വരുന്നവരെന്തായിരുന്നു മനസ്സിൽ? എന്തിന്? കൊറോണയുടെ സമയല്ലേ, വണ്ടി വിടൂലെന്നും ഒക്കെ പറഞ്ഞപ്പോ ഒരു പേടിയുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു, സന്തോഷായി. 4 കൊല്ലം പെട്ടെന്ന് പോയോ? പോയി. ആണ്. എന്താണ് മരുമകളെ പറ്റി പറയാനുള്ളത്? മരുമകള് നല്ല മോളാണ്. ആണോ? പിന്നെ വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ 4 കൊല്ലമായിട്ട് പറയാനുള്ളൂ. കൊറേ കാര്യങ്ങളുണ്ട്. എന്താണ്? ഒരു രണ്ട് വാക്ക് പറ ഭാവനെ പറ്റി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മോളാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ഓളുമായിട്ട് സംസാരിക്കും, ഓളിനോട് പറയുന്നുണ്ട്. ഞങ്ങള് അങ്ങനെ ഒരു ഫ്രണ്ട്സിന്റെ മാതിരി അങ്ങനെ കഴിയുന്നുണ്ട്. ആണോ? അച്ചു 4 കൊല്ലം. അച്ഛന് അന്നേരം എത്ര വയസ്സായിരുന്നു? 6 വയസ്സാ? ആണോ? ശരിയാ, 1ാം ക്ലാസ്സിലേക്ക് കേറിയപ്പോ. വാവേ ആദ്യം തന്നെ സോറി, ഇന്ന് ഞാൻ മറന്നുപോയി. വാവയാണ് പറഞ്ഞത്. എനിക്ക് ഒന്നാമത് ഈ 20 ഓഗസ്റ്റ് ആണെന്ന് ഓർക്കുന്നില്ല, ഓരോ തിരക്കിലായിട്ട്. അടുത്ത തവണ എന്തായാലും അല്ല, ഇന്നെന്താ ഡേറ്റ് എന്ന് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അയ്യോ, അപ്പൊ ഞെട്ടിപ്പോയി. ഞാൻ കൊറേ അല്ല നോക്കിയപ്പോ ആ ഡേറ്റ് നോക്കിയപ്പോ അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ ഞെട്ടിപ്പോയിട്ടോ. എന്തായാലും സന്തോഷായോ? എങ്ങനെയുണ്ട് 4 കൊല്ലം? എന്നെ നീ എങ്ങനെ സഹിക്കുന്നു 4 കൊല്ലമായിട്ട്? അമ്മ എന്തായാലും അമ്മയ്ക്ക് നല്ലൊരു മോളെ കിട്ടിക്കല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പറയും. ഈ ബബ്ലു ബബ്ലു ആണെങ്കിൽ ഇങ്ങനെ എന്നെ കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വിജയ പോന്നോ? അമ്പോ 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 അമ്പോ. എനിക്ക് തോന്നുന്നു അച്ചു ആയിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ബബ്ലുവിന്റെ അല്ല ബാബേന്റെ കൂട്ടല്ലേ? ആദ്യത്തെ 1-2 ആഴ്ച ബാബ ഒറ്റയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. അയ്യോ, അന്ന് അച്ചു ഭയങ്കര ചെറുതായിരുന്നല്ലേ? പക്ഷെ കല്യാണം കഴിഞ്ഞ് തൊട്ടിട്ട് മൊത്തം ലൈഫ് മാറിയല്ലേ? സത്യം പറഞ്ഞാല് ആ ഓഗസ്റ്റ് 24 തൊട്ടിട്ട് ഇന്ന് വരെ ലൈഫ് എങ്ങനെയൊക്കെ മാറി. ഒരു സത്യം പറഞ്ഞാൽ എന്താന്ന് പറയണ്ട അറിയില്ല. പെട്ടെന്ന് ഒരു ആള് വന്നാൽ ലൈഫ് മാറും എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു വന്ന്. സത്യം പറയാ, ആദ്യത്തെ വ്ളോഗിലൊക്കെ അന്നത്തെ ആ വീഡിയോ സെൻസറി ചാനലിൽ പണ്ടുണ്ടാവും. അന്നത്തേന്ന് ഇന്ന് എത്രയോ ഇവിടെ മാറി ഭാഗ്യം കൊണ്ട്. ഇപ്പം ഇന്നത്തെ ഒരു ദിവസം അടിച്ചു പൊളിച്ച് അടുത്ത കൊല്ലം എന്തായാലും ഇതിലും അടിപൊളിയാക്കും നമ്മള്. ശ്രദ്ധിക്കാനേ പറ്റിയില്ല. ഡ്രസ് ഇഷ്ടായോ?
നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബർത്ത്ഡേക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. ബൈ പറ അവന്, ബൈ പറ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു, അത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ആദ്യം മറന്നുപോയത് ഭയങ്കര സങ്കടമുണ്ട്. അടുത്ത കൊല്ലം ഈ ഒരു ദിവസം അടിപൊളിയാക്കണം. അവനെ നല്ലോണം സർപ്രൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ചെയ്യും, മറക്കാതെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് വരാം. അത് ചെറിയൊരു വീഡിയോ ആണ്. ബൈ.